ഫ്രണ്ട്സ്, വെൽക്കം ടു Hamictech ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് MX പ്ലെയറിൽ വന്ന കുറച്ച് മാറ്റത്തെ പറ്റിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അത് ഏതൊക്കെയെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് MX പ്ലെയറിൽ വന്ന വലിയൊരു മാറ്റമാണ്. അതായത് നമുക്കിനി പിക്ചർ ഇൻ പിക്ചർ മോഡിൽ നമുക്ക് MX പ്ലെയറിൽ നിന്ന് വീഡിയോസ് പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. MX പ്ലെയർ ഓപ്പൺ ആകുമ്പോൾ താഴെയായിട്ട് ലോക്കൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് ഈ ഒരു ആരെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡിലോട്ടാവാൻ ഉള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഒരു പെർമിഷനും എനേബിൾ ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് പിക്ചർ ഇൻ പിക്ചർ മോഡിൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് MX പ്ലെയറിൽ വന്ന ഒരു വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നീട് MX പ്ലെയറിൽ വന്ന മറ്റൊരു മാറ്റം എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും MX പ്ലെയർ വഴി സാധിക്കുന്നതാണ്. അതെങ്ങനെ നോക്കാം. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെൻഡ് ആൻഡ് റിസീവ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള എന്തും നമുക്ക് MX പ്ലെയർ വഴി സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ റിസീവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി എന്ത് സാധനവും മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഫോട്ടോസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി സെൻഡ് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഷെയർ ചെയ്യേണ്ട എന്താണോ അത് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് ബ്ലൂടൂത്ത് വഴിയും അതുപോലെ ഹോട്ട്സ്പോട്ട് വഴിയും വൈഫൈ വഴിയെല്ലാം നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് MX പ്ലെയർ വഴി വീഡിയോസും മറ്റും നമുക്ക് റിസീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പുതുതായിട്ട് വന്ന മാറ്റങ്ങൾ. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ട് കൂട്ടുകാർ എല്ലാം മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ പുതിയ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.